ഭീകരമായ യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരും. അത് ഫിത്നത്തുൻ അമ്മാഉ സമ്മാഉ അമ്മിയാ, അത് കണ്ണില്ലാത്തയും കാതില്ലാത്തയും യുദ്ധമായിരിക്കും. മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല, സംഭവിച്ചിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ കുറെ കാലങ്ങളായി ഞങ്ങൾ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നടക്കാറുണ്ട്. അതിൽ കവടി നേരത്തെ പറഞ്ഞ വർത്താനല്ല, അതങ്ങനെ സംഭവിക്കും. അതിന്റെ രീതി അങ്ങനെയാണ്, അതിന്റെ രീതി കണ്ടാൽ അങ്ങനെയാണ്. അത് നമ്മൾ പല മതപണ്ഡിതന്മാരുടെ വീഡിയോസും കാണാറുണ്ട്. എന്നാൽ ചില ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കുറച്ചു നേരമൊക്കെ ഇരുന്ന് കാണും. അതുപോലെ ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ചു നേരമൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ പോലും ബാക്കിയുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയാറ്. ഇപ്പം ഈ വീഡിയോയിലാണെങ്കിൽ പോലും പുള്ളി പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ച് ചെലവാക്കണം എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷേ ഇതിനു മുന്നേയും അല്ലെങ്കിൽ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഈ ഇറാൻ യുദ്ധത്തിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടൊരു ആരും എഡിറ്റ് ചെയ്തിട്ടേക്കുന്ന വീഡിയോ ആണ്. ഇദ്ദേഹം എന്താ ജോത്സ്യനാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പണ്ടേ ആരാ നബിയാണോ ആരൊക്കെയോ ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നോ എവിടെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അത്രേ. അതായത് ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് രക്ഷിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ വരും, ഇവരെ പറ്റിക്കും. പിന്നെ അതെന്താണ് 7 വർഷം, അതിനുശേഷം പിന്നെ അതായത് ദജ്ജാൽ വരുന്നോ, അതിനുശേഷം ഈസാ നബി വരും, പിന്നെ ഒരു 40 വർഷം, അതിനുശേഷം ലോകാവസാനം. അപ്പോൾ ഈ ഒരു ചിന്താഗതി കൊണ്ട് ഈ ഒരു മതവിഭാഗം നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. അപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത്, ഇനി അങ്ങോട്ട് ലോകാവസാനമാണ് എന്ന്. അപ്പോൾ ഇത് അവരുടെ അകത്ത് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കും പറയുന്നുണ്ട് ലോകാവസാനം. ഇപ്പോൾ ഹിന്ദുക്കൾക്കും ഉണ്ട്. കൽക്കി അവതരിക്കും, കൽക്കിയല്ലേ കൽക്കിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവതരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ലോകം അവസാനിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഇറാനായാലും 2 തരം മുസ്ലിങ്ങളുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഒന്ന് ഷിയ, ഒന്ന് സുന്നി. അപ്പോൾ ഷിയ മുസ്ലിംസാണ് അവിടെ ഉള്ളത്. എന്നാലും എല്ലാവർക്കും ഓരോ തോന്നലുകളൊക്കെ ആയിരിക്കുമല്ലോ. എന്തായാലും ഒരു യുദ്ധം വേണം, യുദ്ധം വന്നിട്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കണം. ഇനിയിപ്പോൾ ഇത് എഴുതി വെച്ചേക്കുന്നത് പോലെ നടക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ഇവരൊക്കെ. അതായത് ഈ മണ്ടന്മാരൊന്നും പറയാൻ പറ്റില്ലേ. അതായത് ഇത് തീരുമാനിക്കപ്പെട്ടൊരു കാര്യമാണ്, അതുകൊണ്ട് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നടക്കണമായിരിക്കുമോ? എന്തായാലും യുദ്ധമാണ്. എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്കായിരിക്കും അധികം പണിയിട്ട, എസ്പെഷ്യലി മലയാളികൾക്ക്. കാരണം മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ ഇവന്മാരിന്ന് അടിക്കുന്നുണ്ട്. എന്താവും എന്തോ. എല്ലാം നല്ല രീതിയിൽ പോയാൽ മതിയായിരുന്നു. 1-2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധമെല്ലാം അവസാനിച്ചാൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക മാന്ദ്യമൊന്നും വരാതെ രക്ഷപ്പെടുമായിരിക്കാം.